ചാരു, മോളെ, കുറെ നേരം ആയല്ലോ ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നു. വാ, വന്ന് വല്ലതും കഴിക്കേ. ഇത്തിരി നേരം കൂടെ ഇങ്ങനെ നിന്നോട്ടെ അമ്മേ. 3 വർഷത്തിന് ശേഷമല്ലേ ഞാൻ ഇതുപോലെ ഇവിടെ ഒന്ന് വന്ന് നിൽക്കുന്നത്. ആ പെൺകുട്ടിയുടെ വാക്കുകളെ എതിർക്കാൻ ആ അമ്മയ്ക്ക് അന്നേരം കഴിഞ്ഞില്ല. മകളുടെ മുടിയിഴകളെ വാത്സല്യപൂർവ്വം ഒന്ന് തഴുകിയിട്ട് അവർ താഴേക്ക് പോയി. കുറച്ചു മുന്നേ പെയ്തു തോർന്ന മഴയെ തേടിയെത്തിയ ഒരു നനുത്ത കാറ്റ് അവളെ തട്ടി കടന്നുപോയി. കഴിഞ്ഞ 3 വർഷങ്ങൾ ഒരു മഴ പെയ്തു തോർന്നതുപോലെ അവളുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോയിരിക്കുന്നു. വെയിലിനോടൊപ്പം മാനത്ത് തെളിഞ്ഞു വരുന്ന മഴവില്ലിനെ അവൾ ഇമചിമ്മാതെ നോക്കി നിന്നു. ജീവിതത്തിലെ 3 വർഷങ്ങൾ ഒരു ഭ്രാന്താശുപത്രിയിലെ ഇരുട്ടറയ്ക്കുള്ളിൽ കൊഴിഞ്ഞുപോയി. അതിനുശേഷം ഇന്ന് വീണ്ടും ആ പഴയ ശാരികയായി പ്രസരിപ്പുള്ള ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അവൾ. മഴവില്ലുപോലെ 7 വർണ്ണങ്ങൾ ചാലിച്ച ഒരു പുതിയ ജീവിതം. മഴയുടെ തണുപ്പ് ശരീരത്തിൽ അരിച്ചിറങ്ങിയപ്പോൾ അവൾ മൂടിയിരുന്ന ആ വെൽവെറ്റിന്റെ ഷാൾ കൊണ്ട് ഒന്നുകൂടി സ്വയം പൊതിഞ്ഞു പിടിച്ചു അവൾ. ആ നിൽപ്പ് തുടരവേ അവൾ ആ പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. തൻ്റെ സ്കൂൾ കാലഘട്ടം അവിടെ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രണയകാലം. പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചു കുഞ്ഞു കുറുമ്പുകളുമായി നടന്നിരുന്ന താൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നല്ലോ. അന്നേരമൊന്നും തൻ്റെ മനസ്സിലെവിടെയും പ്രണയത്തിനെക്കുറിച്ചുള്ള ഒരു ചെറു ചിന്ത പോലും ഉടലെടുത്തിരുന്നില്ല. ആദ്യമായി സച്ചുവേട്ടൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ പരിഭ്രമമായിരുന്നു തന്നിൽ നിറഞ്ഞത്. അധികം ആലോചിക്കാതെ തന്നെ സ്നേഹത്തോടെ താനത് നിരസിച്ചപ്പോൾ ആ കണ്ണിൽ നിറഞ്ഞ നിരാശ തൻ്റെ മനസ്സിലും ഒരു നോവ് അവശേഷിപ്പിച്ചിരുന്നു. സഞ്ജീവ് എന്ന സച്ചുവേട്ടനെ തനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അറിയാമായിരുന്നു. തന്നെക്കാൾ 6 വയസ്സിന് മുതിർന്നതാണെങ്കിലും ഒരു കളിക്കൂട്ടുകാരനായി കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞിലേ മുതൽ. എൻ്റെ ചേച്ചി ശരണ്യയുടെ അതേ പ്രായമാണ് സച്ചുവേട്ടനും. അയലത്തെ വീട്ടിലെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ആളും എപ്പോഴും ഒന്നിച്ചായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ 2 ആളുമായി. സച്ചുവേട്ടൻ കോളേജിലും ഞാൻ 10ാം ക്ലാസ്സിലും. ചേച്ചി പോയതോടെ ഞങ്ങളും കുട്ടിക്കളിയൊക്കെ മാറ്റിവെച്ചു. സച്ചുവേട്ടനും കോളേജിന്റെ തിരക്കുകളിലേക്ക് ചേക്കേറി. അതിനിടയിലാണ് എന്നോട് പ്രണയമാണെന്ന് ഏട്ടൻ തുറന്നു പറഞ്ഞത്. പ്രണയമെന്ന് കേട്ടപ്പോൾ കൗതുകമായിരുന്നു ആദ്യം തോന്നിയത്. കൂട്ടുകാരിൽ പലരും പറഞ്ഞു കേട്ടെങ്കിലും പ്രണയിക്കാനുള്ള പ്രായമൊക്കെ തനിക്കുണ്ടോ എന്നായിരുന്നു അന്നേരത്തെ ചിന്ത. പക്ഷെ സച്ചുവേട്ടനോടുള്ള കുഞ്ഞിലേ മുതലേയുള്ള അടുപ്പം അതെന്റെ മനസ്സിൽ പ്രണയം നാമ്പിടാൻ ഹേതുവായി. ആ പ്രണയാഭ്യർത്ഥന ഒരു കടം പോലെ എന്നും മനസ്സിൽ നിറഞ്ഞു നിന്നു. കോഴ്സ് തീരുന്നതിന് മുന്നേ തന്നെ കല്യാണം കഴിച്ചു വിട്ട ചേച്ചി പഠനം ഇനി തുടരുന്നില്ല എന്ന് കേട്ടപ്പോഴും തനിക്കൊപ്പം കളിച്ചു നടന്ന ചേച്ചിയുടെ ജീവിതം പ്രതീക്ഷിച്ച പോലെ നല്ല നിലയ്ക്കല്ല പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴും താൻ ആകെ ഉലഞ്ഞു. സച്ചുവേട്ടനെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ തനിക്കൊരിക്കലും ഈ അവസ്ഥ ഉണ്ടാവില്ല എന്ന ചിന്തയാവണം തന്നിൽ ഏട്ടനോട് പ്രണയം തോന്നിപ്പിച്ചത്. പിന്നീട് അങ്ങോട്ട് ചില കൂട്ടുകാർ പറഞ്ഞതും സിനിമയിൽ കണ്ടു മാത്രം അറിഞ്ഞ പ്രണയമെന്ന അനുഭൂതി ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾ 2 ആളും. ഒന്നിച്ച് സ്വപ്നങ്ങൾ നെയ്ത് പറന്നു ഞങ്ങൾ. ആ നിറമുള്ള ദിനങ്ങൾ അധികം നാൾ നീണ്ടു നിന്നില്ല. തൻ്റെ അച്ഛനും അമ്മയും പുറത്തു പോയ ഒരു ദിവസം വീട്ടിൽ തനിച്ചിരുന്ന് മുഷിഞ്ഞിട്ടാണ് സച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയത്. അവിടെ ഏട്ടൻ്റെ അമ്മ ഹേമ ആൻറ്റിക്ക് തന്നെ ജീവനാണ്. ആൻറ്റിയോട് സ്കൂളിലെ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. കൂട്ടത്തിൽ സച്ചുവേട്ടനെയും കാണാം. ഇങ്ങനെയൊക്കെ കരുതിയാണ് അന്ന് താൻ അവിടേക്ക് ചെന്നത്. പക്ഷെ കണ്ട കാഴ്ച, സ്വന്തം മുറിയിൽ കട്ടിലിൻ്റെ ഓരത്തായി വായിൽ നിന്ന് നുര വന്ന് മരിച്ചു കിടക്കുന്ന സച്ചുവേട്ടൻ. കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം തറഞ്ഞു നിന്നു. ശേഷം ആർത്തലച്ചു കരഞ്ഞു. തൻ്റെ നിലവിളി കേട്ട് ഹേമയാൻറ്റി ഓടിയെത്തിയത് വരെയേ ഓർമ്മയുള്ളൂ. ഒരേങ്ങലോടെ ബോധം മറഞ്ഞ് അവരുടെ കൈകളിലേക്ക് വീണു. ചാരു, മതി മോളെ, നല്ല തണുപ്പാണ്, അകത്തേക്ക് വാ. ദേ ചായ തണുക്കാറായി. അമ്മയുടെ വിളിയാണ് ശാരികയെ ഓർമ്മകളിൽ നിന്നുണർത്തിയത്. അവൾ അമ്മയുടെ അരികിലേക്ക് പോയി. ചൂട് ചായ മെല്ലെ കുടിച്ചിറക്കവേ
അവളെ പൊതിഞ്ഞിരുന്ന തണുപ്പ് വിട്ടുമാറാൻ തുടങ്ങി. അവൾ തെല്ലുനേരം എന്തോ ആലോചിച്ചിരുന്നു. അമ്മേ, ഹേമ ആൻറ്റി ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലേ? പെട്ടെന്നാണവൾ അത് ചോദിച്ചത്. ഇല്ല മോളെ, പഴയ പോലെയൊന്നും വരാറില്ല. സച്ചുവിൻ്റെ മരണശേഷം അവർ ആ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ഞങ്ങളിടയ്ക്ക് അങ്ങോട്ട് ചെല്ലും. പഴയ പ്രസരിപ്പൊന്നും അവർക്കില്ല മോളെ. സ്വന്തം മോനല്ലേ, വിഷം കഴിച്ച്. അവർ അത്രയും പറഞ്ഞ് ശാരികയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ബാക്കി പറയാതെ നിർത്തി. പാവം ഹേമയാൻറ്റി. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. തിരികെ മുറിയിലേക്ക് പോയ അവൾ 3 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ഒരു ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സഞ്ജീവിൻ്റെ ഒരു ഫോട്ടോ കയ്യിലേക്കെടുത്തു. അതിലേക്ക് നോക്കിയിരിക്കവേ വീണ്ടും പഴയ ഓർമ്മകളുടെ ബാക്കി ഭാഗങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. സഞ്ജീവിൻ്റെ മരണം അറിഞ്ഞ് കുഴഞ്ഞു വീണ അവളുടെ മനസ്സിൻ്റെ നില തെറ്റിയിരുന്നു. വയലന്റായി വിളിച്ചു പറയുന്ന കാര്യങ്ങളും സഞ്ജീവിനെ വിളിച്ചുള്ള അലറിക്കരച്ചിലുമൊക്കെ കണ്ട ശാരികയുടെ വീട്ടുകാർക്ക് അവൾ അവനുമായി ഒരു പ്രണയബന്ധത്തിലായിരുന്നു എന്ന് മനസ്സിലായി. ശേഷം തീർത്തും ഒരു ഭ്രാന്തിയായി മാറിയ മകളെ അവർ നൈർമല്യ മെന്റൽ ഹെൽത്ത് കെയറിൽ അഡ്മിറ്റ് ചെയ്തു. 3 വർഷത്തെ ട്രീറ്റ്മെന്റിനു ശേഷം ചാരുവിന്റെ മനസ്സിന്റെ താക്കോൽ പൂർണ്ണമായും ഡോക്ടർ അവളുടെ കയ്യിലേക്ക് വെച്ച് നൽകി. എങ്കിലും പഴയ പ്രസരിപ്പോടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കളിച്ചിരികൾ മാഞ്ഞു. തികച്ചും ഏകാന്തതയിൽ മുഴുകിക്കഴിയാനായിരുന്നു അവൾ ആ ദിവസങ്ങളിലൊക്കെയും ആഗ്രഹിച്ചിരുന്നത്. കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോൾ പഴയപടിയാകുമെന്ന് ഡോക്ടർമാർ അവളുടെ അച്ഛനമ്മമാർക്ക് ഉറപ്പു നൽകി. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഹേമ ചാരുവിനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ചാരുവിന്റെ അടുത്തേക്ക് ഡോക്ടർ ഹേമയെ കൊണ്ടുചെന്നു. ഹേമയെ കണ്ടതും ചാരു ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവൻ അവൾ ആ ഹൃദയത്തിൽ പെയ്തു തീർത്തു. ചാരുവിനെയും കൊണ്ട് ഹേമ ഹോസ്പിറ്റലിന്റെ വശത്തുള്ള പൂന്തോപ്പിലേക്ക് പോയി. രോഗികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ. അവർ അവിടെ ഒരു ബെഞ്ചിലിരുന്നു. മോളോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ആന്റി വന്നേ. മോളിപ്പോ കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലാണോ? അവർ ചാരുവിനെ നോക്കി. അവളും എന്തെന്ന ഭാവത്തിൽ ഹേമയെ തന്നെ നോക്കിയിരുന്നു. പറയാൻ പോകുന്നത് എൻ്റെ സച്ചുവിൻ്റെ മരണത്തെപ്പറ്റിയാണ്. അതൊക്കെ കേൾക്കാൻ മോൾക്കിപ്പോൾ കഴിയോ? മാനസികമായി ഒരുപാട് അനുഭവിച്ചതല്ലേ എൻ്റെ കുട്ടി. അവർ ചാരുവിൻ്റെ മുടിയിൽ തലോടി. അതിൽ ഒരമ്മയുടെ വാത്സല്യം നിറഞ്ഞിരുന്നു. ആൻറ്റി പറഞ്ഞോളൂ. എനിക്കിപ്പോൾ എന്ത് സഹിക്കാൻ ത്രാണിയുണ്ട്. ഏട്ടൻ്റെ ജീവനറ്റ ശരീരം കണ്ട് പകച്ചു നിന്നവളാണ് ഞാൻ. അതിലും വലിയ എന്ത് വിഷമമാണ് ഞാനും നേരിടേണ്ടത്. സച്ചുവേട്ടൻ്റെ മരണത്തെപ്പറ്റി എന്താ ആൻറ്റി? എന്താണേലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അവൾ പറഞ്ഞു നിർത്തി. മോളോട് ഒരിക്കലും പറയരുത് എന്ന് കരുതിയ കാര്യമാണ്. മോളോടെന്നല്ല, ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ മകൻ, അവൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അതല്ല സത്യം. അവനെ ഞാൻ കൊന്നതാണ് മോളെ. ഒരു നടുക്കത്തോടെയാണ് ചാരു അത് കേട്ടത്. അവൾക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല. അവൾ ഇരിക്കുന്ന ബെഞ്ചിന്റെ വശത്ത് മുറുകെ പിടിച്ചു. അതേ മോളെ, എനിക്കത് ചെയ്യേണ്ടി വന്നു. നീ എനിക്ക് സ്വന്തം മോളെ പോലെയാണ്. ജനിച്ചു വീണപ്പോൾ മുതൽ കാണുന്നതല്ലേ ഞാൻ. എൻ്റെ സച്ചുവിനൊപ്പം വളർത്തിയതല്ലേ ഞാൻ നിന്നെ. ആ നിന്നെ എൻ്റെ മകൻ നശിപ്പിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല മോളെ. എൻ്റെ കുഞ്ഞിൻ്റെ മേലെ അവൻ്റെ തെറ്റായ കണ്ണ് പതിഞ്ഞു എന്നറിഞ്ഞ നിമിഷം എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഊട്ടി വളർത്തിയ കൈകൊണ്ട് തന്നെ ഞാൻ അവൻ അവസാനമായി വിളമ്പിയ ഊണിൽ വിഷം ചേർത്തു. അമ്മേ! ചാരു അലറി വിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. എനിക്ക് കേൾക്കണ്ട. സച്ചുവേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു. അതെനിക്ക് മാത്രമേ അറിയൂ. ആ ഏട്ടൻ എന്നെ നശിപ്പിക്കാന്നോ? അമ്മ, എന്താ ഈ പറയണേ? അവൾ അണച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി. അവൻ നിന്നെ പ്രണയിച്ചിരുന്നില്ല. അങ്ങനെ സ്ഥാപിച്ച് നിന്നെ പറ്റിക്കുകയായിരുന്നു എൻ്റെ മകൻ. നിന്നോടൊപ്പം കളിച്ചു വളർന്ന അവനിൽ എപ്പോഴാ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. നിന്നെ അവൻ മറ്റൊരു കണ്ണിൽ കാണാൻ തുടങ്ങിയത് ഞാൻ അറിയാൻ
ഒത്തിരി വൈകിപ്പോയി. അവിടെയാണ് ഒരമ്മ എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു തുടങ്ങിയതും. കോളേജിൽ പോയി അവിടുത്തെ കൂട്ടുകെട്ടിൽ വന്ന മാറ്റങ്ങളാണോ, അതോ അതിനു മുന്നേ തന്നെ അവൻ വഴിതെറ്റാൻ തുടങ്ങിയോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി അവൻ്റെ കാര്യത്തിൽ. അവർ അതും പറഞ്ഞ് നിറഞ്ഞൊഴുകിയ കണ്ണുനീർ തുടച്ചു. ചാരു ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ എന്നറിയാതെ സ്തംഭിച്ച അവസ്ഥയിലാണ്. അന്ന് സച്ചു മരിച്ച ദിവസം മോള് വീട്ടിൽ തനിച്ചായതുകൊണ്ടല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? അതിൻ്റെ തലേ ദിവസം റൂമിലേക്ക് ചെന്നപ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരോട് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടു. ആ അളിയാ, നീ കുറേ നാളായല്ലോ വല്ലതും നടക്കുമോ എന്ന് ചോദിച്ച് കളിയാക്കാൻ തുടങ്ങിയിട്ട്. എന്നാ കേട്ടോ മോനെ, നാളെ തന്നെ നടന്നിരിക്കും. എൻ്റെ പെണ്ണ് നാളെ വീട്ടിൽ തനിച്ച. അപ്പോൾ ഞാൻ പോണ്ടേ അവൾക്ക് കൂട്ടിരിക്കാൻ? പിന്നെ നീയും ഒത്തിരി കൊതിച്ചതല്ലേ അവളുടെ ഫോട്ടോ കണ്ട്. നാളെ നീയും പോരെ. ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടുമ്പോൾ നിന്നെ മറന്നാൽ ഞാൻ പിന്നെ എന്ത് സുഹൃത്താണിടാ. സഞ്ജീവ് ഒരു വഷളൻ ചിരിയോടെ പറഞ്ഞു. അവൾ ബഹളമൊന്നും ഉണ്ടാക്കില്ലേ മോനെ? അതിനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സഞ്ജീവ് തൻ്റെ ലാപ്ടോപ്പിൽ ചാരുവിൻ്റെ മോശപ്പെട്ട ചില ഫോട്ടോകൾ മാറ്റി മാറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ഹേമ മുറിക്ക് പുറത്ത്. അവൻ കുഞ്ഞിലേ മുതൽ തോളത്തെടുത്ത് നടന്ന പിച്ച വെച്ച് നടത്തിയ കുഞ്ഞിനെ കൂട്ടുകാരന് പങ്കുവയ്ക്കുന്ന കാര്യമാണോ തൻ്റെ മകൻ്റെ നാവിൽ നിന്ന് താനിപ്പോൾ കേട്ടത്? അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തിരികെ നടന്നു. അവരുടെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്യുന്നുണ്ടായിരുന്നു. താഴത്തെ നിലയിലേക്ക് കോണിപ്പടി ഇറങ്ങവേ സ്റ്റെപ്പ് തെറ്റി അവർ ചെറുതായി വീണു. അമ്മയുടെ കരച്ചിൽ കേട്ട് സഞ്ജീവ് തൻ്റെ മടിയിലിരുന്ന ലാപ്ടോപ്പ് കട്ടിലിലിട്ടിട്ട് വെപ്രാളത്തോടെ ശബ്ദം കേട്ടയിടത്തേക്ക് ഓടി. അവൻ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇരുത്തി. നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ, കാലൊന്ന് തെറ്റി. അത്രയും പറഞ്ഞ് അവർ എഴുന്നേറ്റു. കൈ ചെറുതായി ഒന്ന് തട്ടിയതേയുള്ളൂ. നീ പോയി ചോറ് വിളമ്പി കഴിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. അത്രയും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവർ പറഞ്ഞൊപ്പിച്ചത്. സഞ്ജീവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവൻ ആഹാരം കഴിക്കാൻ താഴേക്ക് പോയി. ഹേമ നേരെ പോയത് സഞ്ജീവിൻ്റെ മുറിയിലേക്കാണ്. അവിടെ അവൻ അലക്ഷ്യമായി വെച്ചിരുന്ന ലാപ്ടോപ്പിൽ അവർ കണ്ടു ചാരുവിനൊപ്പം പല പെൺകുട്ടികളുടെയും ഫോട്ടോസ്. ഒരമ്മ മകനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളവ. അവനും കൂട്ടുകാരും ചേർന്ന് പല പെൺകുട്ടികളെയും നശിപ്പിച്ച് രസിക്കുന്ന വീഡിയോ. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവർ ആ ലാപ്ടോപ്പ് അതേപടി അവിടെ വെച്ചതിനു ശേഷം തൻ്റെ റൂമിലേക്ക് പോയി. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി. ഭർത്താവ് മരിച്ച ശേഷം മകനെ കഷ്ടപ്പെട്ട് വളർത്തിയത്, അവനെ ലാളിച്ചത്, സ്നേഹിച്ചത് ഒക്കെ ഇപ്പോൾ സ്വന്തം മകൻ്റെ പ്രവൃത്തി ഓർത്ത് ചൂളിപ്പോകുന്നു. നേരത്തെ താൻ വീണപ്പോൾ അവൻ പിടിച്ചെഴുന്നേൽപ്പിച്ചത്, അന്നേരം അവൻ തന്നെ സ്പർശിച്ചപ്പോൾ തനിക്ക് അറപ്പ് തോന്നിയിരുന്നോ? അവൻ തൻ്റെ മകനായിരുന്നിട്ടും തനിക്കെന്തേ ആ കൈ തട്ടി മാറ്റാൻ തോന്നിയത്? ഹേമയ്ക്ക് സ്വയം പുച്ഛം തോന്നി. അന്ന് രാത്രി തീരും മുമ്പ് ഒന്നുറപ്പിച്ചു, താൻ ജന്മം കൊടുത്ത സന്തതി കാരണം ഇനിയൊരു പെൺകുട്ടിയുടെയും ജീവിതം നശിക്കില്ല. ഒരമ്മയും തൻ്റെ മകനെ ശപിക്കില്ല, തൻ്റെ വളർത്തുദോഷമെന്ന് പഴിക്കില്ല. അതുറപ്പിച്ചുകൊണ്ട് അവർ നാളത്തെ പുലരി കാത്തു കിടന്നു. പിറ്റേന്ന് ഭക്ഷണത്തിൽ വിഷം കലർത്തി സ്വന്തം മകന് വിളമ്പിയപ്പോൾ ആ അമ്മയുടെ കൈ വിറച്ചില്ല. അതവരുടെ മാത്രം ശരിയായിരുന്നു. താൻ ചെയ്ത ഒരു വലിയ തെറ്റ് തിരുത്തുന്നതിൻ്റെ സംതൃപ്തിയായിരുന്നിരിക്കണം ആ മുഖത്ത്. പക്ഷേ ഉള്ളിൽ ചെന്ന വിഷം തൻ്റെ കുഞ്ഞിനെ കാർന്നു തിന്നുന്നത് കാണാനുള്ള ത്രാണി ആ അമ്മയ്ക്കുണ്ടായിരുന്നില്ല. അവർ മകൻ്റെ പിടച്ചിൽ കാണാൻ വയ്യാതെ മാറി നിന്നു. ചാരുവിൻ്റെ നിലവിളി കേട്ടപ്പോഴാണ് അവർ മനഃശക്തി വീണ്ടെടുത്ത് അവൻ്റെ മുറിയിലേക്ക് ചെന്നത്. അവിടെ ചേതനയേറ്റ് കിടക്കുന്ന തൻ്റെ മകനെ കണ്ടപ്പോൾ സർവ്വനിയന്ത്രണവും വിട്ട് അവർ കരഞ്ഞുപോയി. ഹേമയിൽ നിന്നും ഇത്രയും കേട്ട ചാരു ഒരു തരം നിർവികാരതയോടെ ഇരിക്കുകയാണ്. ശ്യാമയുടെ കണ്ണിൽ നിന്നും ധാരയായി ഒഴുകുന്നുണ്ട് കണ്ണുനീർ. മോളോട് ഇതൊന്നും പറയരുത് എന്ന് കരുതിയിട്ടും ഞാനിപ്പോൾ വന്നത് മോള് റിക്കവറായിട്ടും എൻ്റെ മകനോട് തോന്നിയ പ്രണയത്തിൻ്റെ പേരിൽ വേദന തിന്ന് കഴിയുകയാണെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. അവൻ നിന്നെ പ്രണയിച്ചിട്ടില്ല. നിന്നെ ചതിക്കാൻ നോക്കിയ
ഒരു ദുഷ്ടന് അർഹതപ്പെട്ട ശിക്ഷ കിട്ടി. ഒത്തിരി പെൺകുട്ടികളുടെ കണ്ണുനീരിനും ശാപത്തിനും ഫലമുണ്ടായി. അത്രയുള്ളൂ. മോളെല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എൻ്റെ അപേക്ഷയാണ്. മോള് സ്വയം നീറി ജീവിതം നശിപ്പിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം മകനോട് ചെയ്തതുപോലും പാഴായി പോകും. അത്രയും പറഞ്ഞപ്പോഴേക്കും ചാരു ഹേമയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ആൻറ്റി, ഇനി ഞാൻ അയാൾക്ക് വേണ്ടി കരയില്ല. ഒരമ്മയും ചെയ്യാത്ത കാര്യമാണ് ആൻറ്റി ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ അന്ന് സച്ചുവേട്ടന് പകരം ഏട്ടനെന്ന് വിളിക്കാൻ പോലും അറപ്പ് തോന്നുന്നു. അയാൾക്ക് പകരം ഞാനായിരുന്നേനെ ഈ ലോകത്തോട് വിട പറയുന്നത്. ഞാൻ മരിച്ചു കളഞ്ഞേനെ. ആൻറ്റിയുടെ ത്യാഗമാണ് എൻ്റെ ഈ 2ാം ജന്മം. ഇത് ഞാൻ ഇനി ആർക്കു വേണ്ടിയും പാഴാക്കില്ല. ചാരു ഹേമയുടെ കൈ പിടിച്ച് വാക്കുകൊടുത്തു. സഞ്ജീവിൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചാരു ഓർമ്മകളിൽ നിന്ന് ഉണർന്നു. ഇനി പഴയ ഓർമ്മകളില്ല, മുന്നിൽ പുതിയൊരു ജീവിതം മാത്രം. അവൾ മേശയുടെ മുകളിലിരുന്ന ഒരു ലൈറ്റർ എടുത്ത് കയ്യിലിരുന്ന ആ ഫോട്ടോയുടെ അറ്റത്ത് ഒന്ന് കൊളുത്തി. ആ തീനാളം അതിലാകെ പടരുന്നത് അവൾ ഒരു പുഞ്ചിരിയോടെ നോക്കി. സഞ്ജീവിൻ്റെ ആ ഫോട്ടോ കത്തിത്തീരുന്നതിനൊപ്പം ശാരികയുടെ പുതിയ ജീവിതവും തുടങ്ങും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.